നിന്നെ കണ്ടാൽ ഒരു പാകത്തിലുള്ള ജീവിതം, പിടുത്തം വിട്ട ജീവിതം ഉണ്ടാകരുത്. നിയമങ്ങൾ ലംഘിക്കുന്ന ജീവിതവും പിടുത്തം വിട്ട ജീവിതമാണ്. നീ ധരിക്കുന്നത് പാന്റാണെങ്കിലും, പുരുഷന്മാര് ധരിക്കുന്നത് പാന്റാണെങ്കിലും, തുണിയാണെങ്കിലും, നീളക്കുപ്പായമാണെങ്കിലും, അല്ലാത്ത കുപ്പായമാണെങ്കിലും ഒക്കെ നിനക്ക് അഹങ്കാരം വരാതിരിക്കാൻ നെരിയാണിക്ക് മുകളിലാകണം നിന്റെ വസ്ത്രത്തിന്റെ അളവ്. താഴോട്ട് പോയാൽ കിബിർ കൂടിപ്പോകും. അങ്ങനെ വരരുത്. നിലത്തടിച്ചാൽ കുറച്ചുകൂടി കിബിർ ഏറിപ്പോകും. അങ്ങനെ വരാൻ പാടില്ല. അതിനൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് മാത്രം അങ്ങനെയാണ് ധരിക്കേണ്ടത്. ബാക്കിയുള്ളത് മുറിച്ചു മാറ്റണം. അത്ര മതി. ആ അളവിനനുസരിച്ച്. സഹോദരിമാരോ, അവര് പുരുഷന്മാര് ധരിക്കുന്ന പാന്റ് ധരിക്കരുത്. അത് ഇസ്ലാമിക ദൃഷ്ട്യാ നിയമവിരുദ്ധമാണ്. സറാവീലുള്ള ടൈറ്റ് ഫിറ്റ് ഏതായാലും പെങ്ങന്മാര് ധരിക്കരുത്. ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിക ദൃഷ്ട്യാ അത് നല്ലതിന് എതിരാണ്, ഖിലാഫുൽ ഔലയാണ്. പുരുഷന്മാര് ടൈറ്റ് ഫിറ്റ് ധരിക്കരുത്, അത് കറാഹത്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കരുത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചോദിക്കരുത്. അത് കറാഹത്തിനെ നിന്ദിക്കലാണ്. കറാഹത്ത് നമ്മൾ ഇത് സ്വീകരിക്കേണ്ട ഒരു നിയമം തന്നെയാണ്. ആർക്കെങ്കിലും സ്വീകരിക്കാനുള്ള നിയമമല്ല, ഓരോരുത്തർക്കും സ്വീകരിക്കാനുള്ള നിയമമാണ് കറാഹത്ത്. വേണ്ടാന്ന് വെക്കേണ്ട നിയമമാണ് കറാഹത്ത്. അത് കറാഹത്താണോ? എനിക്കത് വേണ്ട. പെങ്ങളെ, ആണിന്റെ വസ്ത്രം ധരിച്ച് പെങ്ങള് നടക്കരുത്. കാരണം എന്താണ്? അതൊരു സ്റ്റൈലിന്റെ ഭാഗമാണ്. അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്നറിയിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പുരുഷന്മാരോ സ്ത്രീകളെ വേഷം ധരിക്കരുത്. ലഅനല്ലാഹുർ റജുല യൽബസു ലിബ്സത്തൽ മർആ. പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു. വലഅനല്ലാഹുൽ മർഅത അല്ലതി തൽബസു ലിബ്സത്തർ റിജ്ലി. ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെ, ആണ് ധരിക്കുന്ന അതേ ടീഷർട്ട്, നഊദു ബില്ലാഹ്, ആണ് ധരിക്കുന്ന അതേ രൂപത്തിലുള്ള കുപ്പായം, ആ കുപ്പായത്തിന്റെ മുൻഭാഗത്തൊക്കെ കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് ആണുങ്ങളെ ഷർട്ട് എന്ന് പറഞ്ഞു വാങ്ങിച്ചതാണ്. അതേ പാന്റും അതേ ഷർട്ടും ഫ്രീഡമാണോ പകരം പറയുന്നത്? മോളെ, ഫ്രീഡം നമുക്ക് അനുവദിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിയമത്തിന്റെ അപ്പുറം കടന്നൊരു ഫ്രീഡം ഇല്ലേ? അതാണ് കിബ്ർ എന്ന് പറയുന്നത്. വലാ തംശി ഫിൽ അർളി മർഹാ. ഭൂമിയിൽ ധിക്കാരിയായി നീ ജീവിക്കരുത് മോനെ. നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് വിനയം. അതുകൊണ്ടാ മോനോട് പറഞ്ഞത്, എത്ര നല്ല സുഖത്തിൽ നീ ഉറങ്ങിയാലും മോനെ, സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന ജീവികളെ കണ്ടിട്ടുണ്ടോ? ആ ജീവികൾക്കൊന്നും ആരാധനക്ക് തക്ലീഫില്ല. നീ ആരാധനക്ക് അള്ളാഹുവിന്റെ നിർബന്ധ ശാസനയുള്ളൊരു വ്യക്തിയാണ് നീ. നിന്റെ വീട്ടിലെ കോഴിക്ക് ഇബാദത്ത് എടുക്കണമെന്ന് തക്ലീഫില്ല, ആടിന് ഇബാദത്ത് എടുക്കണമെന്ന് തക്ലീഫില്ല. പക്ഷേ ആ കോഴി അതാ 4 മണിയാകുമ്പോഴേക്ക് അടുത്തുള്ളൊരു കോഴിക്ക് മെസ്സേജ് കൊടുത്തുപോയി, ഒരു തസ്ബീഹ് നൽകിപ്പോയി. അപ്പോഴും തക്ലീഫുള്ള മനുഷ്യൻ ആ കോഴി സുബ്ഹി വാങ്ങ് കൊടുത്തിട്ട് വീണ്ടും കൂകുമ്പോഴും തക്ലീഫുള്ള മനുഷ്യൻ ഉറക്കത്തിലാണെങ്കിൽ കോഴിയെക്കാളും മനുഷ്യൻ ദുർബലനായി പോയില്ലേ? അതുകൊണ്ട് ആ മോനോട് പറഞ്ഞത്, മോനെ, ലാ തകുൻ അഅജസ മിനദ്ദീക്. കോഴിയേക്കാൾ നീ ദുർബലനായി പോകരുത്. സ്വന്തം മോനോട് ലുഖ്മാനുൽ ഹകീം തങ്ങളെ വസിയ്യത്താണ്, യാ ബുനയ്യ ലാ തകുൻ അഅജസ മിനദ്ദീക്. കോഴിനേക്കാളും നീ കഴിവ് കെട്ടവനാകരുത്. ഫഇന്നഹു യുസവ്വിതു ബിൽ അസ്ഹാർ. അത്തായ നേരത്തത് ശബ്ദിക്കുന്നത് കേട്ടിട്ടില്ലേ മോനെ? സുബഹിക്കെങ്കിലും ഉണരണ്ടേ സഹോദരങ്ങളെ? സുബഹിക്ക് ഉണരാത്തവൻ കോഴിയെക്കാളും ദുർബലനല്ലേ? ആടിനേക്കാളും മോശപ്പെട്ടവനല്ലേ? നിന്റെ വീട്ടിന്റെ പരിസരത്തെ കോഴി സുബഹിന്റെ മുമ്പുള്ള അത്തായത്തിന്റെ സമയത്ത് നിനക്ക് വാണിംഗ് തന്നിട്ട് എഴുന്നേൽക്കാനുള്ള ശബ്ദകോശങ്ങൾ അത് മുഴക്കിയിട്ട് എഴുന്നേൽക്കാത്തതിന്റെ പേരില് നാളെ ആഖിറത്തിൽ കോഴി നിനക്ക് എതിരായി സാക്ഷി നിൽക്കുമോ? ആടുകൾ നിങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുമോ? റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു, മനുഷ്യ,
നിന്റെ വീടിന്റെ ഉള്ളിലുള്ള ടെറസിലല്ല ഉറങ്ങിയത്, മെത്തയിലല്ല ഉറങ്ങിയത്, ഒരു സാധാ കോഴിയുടെ കൂട്ടിലല്ലേ കോഴി ഉറങ്ങിയത്. അതിന് വിരിപ്പില്ല, പുതപ്പില്ല, കട്ടിലില്ല, ബെഡില്ല, സൗകര്യങ്ങളൊന്നുമില്ല. സാധാരണ പലകയിൽ കിടന്നുറങ്ങുന്ന കോഴി, അള്ളാഹുവിന്റെ സിട്ടിയായ കോഴി, റബ്ബിനെ തസ്ബീഹ് മുഴക്കാൻ വേണ്ടി സുബ്ഹിന്റെ മുമ്പ് ശബ്ദിച്ചെങ്കിൽ എത്ര സുഖത്തിലാ നീയൊക്കെ ഉറങ്ങിയത്, എത്ര സന്തോഷത്തിലാ എന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചത്. എന്നിട്ട് എഴുന്നേറ്റില്ലല്ലോ മനുഷ്യ. അതുകൊണ്ട് കോടിനേക്കാളും ദുർബലനാകരുത് മോനെ. നിയമം പാലിച്ചുകൊണ്ട് നീ ജീവിക്കണം. നിയമങ്ങൾ പാലിക്കാത്തതും ഒരു കിബിറാണ് സഹോദരങ്ങളെ. എനിക്കതിൽ